മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതായത് ഒരു 4 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. അതായത് നിങ്ങളെ BDSൽ നിന്ന് MBBSലേക്ക് എത്തിക്കാൻ ഇത് മാത്രം മതി. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ മതി, അത് തന്നെ വലിയ വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ നീറ്റിന് ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് മുമ്പ് AIPMTക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. A bar magnet of length L and dipole moment capital M is cut. അപ്പോൾ ഇതിൻ്റെ പോൾ സ്ട്രെങ്ത്, രണ്ടറ്റത്തുള്ള പോൾ സ്ട്രെങ്ത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആവും. മാത്രമല്ല പോൾ സ്ട്രെങ്ത് പറഞ്ഞാൽ സ്കെയിലാറാണ്. ഓക്കെ, അതിന് അപ്പോൾ ഡിറക്ഷൻ ഉണ്ടാവില്ല. ആ പോൾ സ്ട്രെങ്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയിലെ ചാർജിന് ഇക്വലൻ്റാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു സെപ്പറേഷനാണ്. ഇവിടെ പോൾ സ്ട്രെങ്ത് ഇൻറ്റു സെപ്പറേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സാധനം ബാർ മാഗ്നറ്റ് നേരെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഈ പോൾസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിൻ്റെ ലെങ്ത് ആവും. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഇൻറ്റു റേഡിയസ്നാണ്. ഓക്കെ, ഈ ആംഗിൾ എന്താ 60 ഡിഗ്രി പറഞ്ഞാൽ അത് റേഡിയനിൽ എക്സ്പ്രസ് ചെയ്യണം നമ്മൾ. അത് എത്രയാണ്? π/3 ആണ്. പിന്നെ റേഡിയസ് എത്രയാണ്? 6. അപ്പോൾ ആർക്ക് ഈക്വൽ ടു ആംഗിൾ π/3 ഇൻറ്റു റേഡിയസ്. അപ്പോൾ ഈ ഒറിജിനൽ ഡൈപോൾ മൊമെൻറ്റ് ക്യാപിറ്റൽ M. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് സ്ട്രെയിറ്റാ. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര വരും? അതിൻ്റെ ലെങ്ത് πr/3 വരും. നോക്കൂ, πr/3. ഇപ്പം എന്താണെന്നറിയോ, ഇപ്പോൾ ഇതിങ്ങനെ ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്തപ്പോൾ നോക്കൂ, ഇതാണ് രണ്ട് പോൾസും തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്നോ, ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ നോക്കൂ, എല്ലാ സൈഡും ഈക്വൽ ആവും. ഓക്കെ, ആ സൈഡ് എത്രയാ? ആ സൈഡ് 6 ആണ്. അപ്പോൾ നമുക്ക് പുതിയ ഡൈപോൾ മൊമെന്റ് M' എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു R. അതായത് ഇവിടുന്ന് PR നമുക്ക് എന്താ കിട്ടുക? 3 അങ്ങോട്ട് പോകും, π ഇങ്ങോട്ട് വരും. അപ്പോൾ 3m/π വരും. ദേ കിടക്കുന്നു 3m/π. റൈറ്റ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. A bar magnet of moment capital M is placed at right angles to a magnetic induction capital B. If a force capital F is experienced by each pole of the magnets. Okay, നമ്മൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? 1 കുളുമ്പിൽ, അതായത് യൂണിറ്റ് ചാർജിലുള്ള ഫോഴ്സാണ്. ഇവിടെ യൂണിറ്റ് പോൾ സ്ട്രെങ്ത്തിലുള്ള ഫോഴ്സാണ് B. അപ്പോൾ ഫോഴ്സ് കാണാൻ നമുക്ക് എന്താ വേണ്ടേ? B ഇൻറ്റു പോൾ സ്ട്രെങ്ത്. പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ മൊമെന്റ് ബൈ സെപ്പറേഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് എന്താ? ഡൈപോൾ മൊമെന്റ് ബൈ സെപ്പറേഷൻ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവിടുന്ന് ആ രണ്ട് പോൾസും തമ്മിലുള്ള സെപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ MB/F കിട്ടും. MB/F എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഫൈൻ, ഓക്കെ. ഇനി അടുത്തത് നമുക്ക് എ മാഗ്നറ്റിക് നീഡിൽ സസ്പെൻഡഡ് പാരലൽ ടു എ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർസ് √3 joule of work to turn it through 60 degree. Okay, a magnetic needle suspended parallel to a magnetic field. അതായത് ഇനീഷ്യലി ഫീൽഡും ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിൾ θ1 0 ആണ്. പിന്നെ 60 ആക്കി, θ2 60 ആണ്. അതിന് നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് √3 joule. ഇതാണ് ഇനീഷ്യൽ കേസ്, ഇതാണ് ഫൈനൽ കേസ്. വർക്ക് ഡണ്ണിൻ്റെ ജനറൽ ഫോർമുല പറഞ്ഞാൽ MB cos θ1 മൈനസ് cos θ2. അതിൽ ഇവിടെ എന്താ? θ1 പറഞ്ഞാൽ 0 ആണ്. cos 0 മൈനസ് cos 60. cos 60 എത്രയാ? ഹാഫ് ആണ്. cos 0 എത്രയാ? 1 ആണ്. അപ്പോൾ 1 മൈനസ് ഹാഫ്, അത് എത്ര വരും? ഹാഫ് എന്ന് വരും. ഓക്കെ, അപ്പോൾ W ഈക്വൽ ടു MB/2, അത് എത്രയാ? അത് √3 എന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണെന്നറിയോ? ടോർക്ക് നീഡഡ് ടു മെയിൻറ്റെയിൻ ദ നീഡിൽ അറ്റ് ദിസ് 60 ഡിഗ്രി പൊസിഷൻ. ടോർക്കിന്റെ ഫോർമുല ഇതാണ്, ടോ ഈക്വൽ ടു M ക്രോസ് B. ക്രോസ് പ്രോഡക്റ്റ് ആയത് കാരണം മാഗ്നിറ്റ്യൂഡ് MB സൈൻ തീറ്റയാ. തീറ്റ ഇവിടെ എത്രയാ? 60 ഡിഗ്രിയാ. സൈൻ 60 എത്രയാ? √3/2 ആ. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ MBയുടെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, MB/2 √3 ആ. അപ്പോൾ MB 2 √3 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈൻ 60 പറഞ്ഞു കഴിഞ്ഞാൽ √3/2. ആ 2ഉം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നുണ്ടാവും. ഓക്കെ, പിന്നെ √3 ഇൻറ്റു √3 എന്താ വരിക? 3. ഓക്കെ, അത് എന്താ? 3 ജൂൾ ടോർക്കിൻ്റെ യൂണിറ്റ്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ എന്നാണ് ജൂൾ എന്ന് പറയാലോ. ഓക്കെ, സി എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ക്യാപിറ്റൽ M is placed in a magnetic field of induction B. ടോർക്ക് എന്താ? M ക്രോസ് B. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ ഒരു 20% ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. തെറ്റിക്കരുത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ ബിക്കോസ് ഓഫ് സോഫ്റ്റ് അയൺ ഹാസ് ലോ റിറ്റൻറ്റിവിറ്റി ആൻഡ് ലോ കോസി ഫോഴ്സ്. കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മാഗ്നറ്റാണ്. വേണ്ടപ്പോൾ മാഗ്നറ്റ് ആക്കുക, ആവശ്യം കഴിഞ്ഞാൽ ഡീമാഗ്നറ്റൈസ് ചെയ്യാം. ഓക്കെ, അതിന് ഈ റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വിഡ്രോ ചെയ്താലും ബാക്കി നിൽക്കുന്ന മാഗ്നറ്റിസമാണ് റെസിജ്വൽ മാഗ്നറ്റിസം. മനസ്സിലായില്ലേ? അത് ബാക്കി ഉണ്ടാവാൻ പാടില്ല.
ഇവിടെ നമ്മളുടെ സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ സ്വഭാവം സോഫ്റ്റ് ആണെന്നാ. മനസ്സിലായില്ലേ? അതായത് മാഗ്നറ്റ് ആവാൻ പറഞ്ഞാൽ ആവും, ആവണ്ടെന്ന് പറഞ്ഞാൽ വലിയ എതിർപ്പൊന്നും ഇല്ലാതെ ഡീമാഗ്നറ്റൈസ് ചെയ്യും. ഇനി അഥവാ അല്പം എന്തെങ്കിലും മാഗ്നറ്റിസം കുറവുണ്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബാക്കി നിന്ന മാഗ്നറ്റിസം, റെസിജ്വൽ മാഗ്നറ്റിസം, അത് കളയാൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കൊടുക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കോസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അത് ചെറിയ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പോകും. അതാണ് സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ. ലോ റിറ്റൻറ്റിവിറ്റി ആൻഡ് ലോ കോസി ഫോഴ്സ് എന്നാ. ലോ റിറ്റൻറ്റിവിറ്റി ആൻഡ് ലോ കോസി ഫോഴ്സ്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാ പറയുക. ആൻഡ് ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെമ്പററി മാഗ്നറ്റ്സ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ്സ്. ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് കോഴ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, കോർ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. പക്ഷേ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ പറഞ്ഞാൽ ഹൈ റിറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കോസിവിറ്റി. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് വിഡ്രോ ചെയ്താലും ലാർജ് മാഗ്നറ്റിസം ബാക്കി നിൽക്കും. മാത്രമല്ല അത് കളയണമെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കൊടുത്താലേ പോവുള്ളൂ. നമ്മൾ സാധാരണ ഒരു ഫീബിൾ മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ പോവില്ല. സച്ച് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്. ഓക്കെ. Curie temperature is the temperature above which a ferromagnetic material will become paramagnetic. Ferromagnetic material becomes paramagnetic. അതാണ് Curie temperature പറഞ്ഞ. Okay. According to Curie law, the magnetic susceptibility proportional to 1/t ആണ്. 1/t പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദേ ഇവിടെ ഇരിക്കുന്നു 1/t. A diamagnetic material in a magnetic field moves. Diamagnetic will get repelled എന്നാണ് പറഞ്ഞാൽ. it will move from stronger to weaker region. ഉണ്ടോ നോക്കിക്കേ. perpendicular to the field from stronger to weaker parts of the field. അതാണ് റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യുന്നതാണ്. ശരിയല്ല. ഇൻ നൺ ഓഫ് ദി അബവ് ഡിറക്ഷൻസ് അതൊന്നും ശരിയല്ല.